ഹലോ നമസ്കാരം. സന്തോഷ്. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ യാത്ര സൗജന്യമായിരിക്കുമെന്ന് എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും UDFിൻ്റെ പ്രകടന പത്രികയിൽ. കേരളത്തിലെ CSI സഭയുടെ നേതാവായ TT പ്രവീണിനെ തമിഴ്നാട് കോൺഗ്രസിൽ മത്സരിക്കാൻ സീറ്റ്. കേരളത്തിലെ CSI സഭയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത. കേന്ദ്ര സർക്കാരിൻ്റെ FCRA ഭേദഗതി ബിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ. കേരളത്തിലെ LDF സർക്കാർ 10 വർഷം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ 1 ലക്ഷം കോടിക്ക് മുകളിൽ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള വിതരണ പദ്ധതി, സർക്കാരിൻ്റെ സഹകരണ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കൽ, വൈദ്യുതി തടസ്സമില്ലാതെ, തുരങ്കങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, ലൈഫ് മിഷൻ, വീടുകൾ, കെട്ടിടങ്ങൾ. സർക്കാരിനോടൊപ്പം 1ാം ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥിയുടെ 10ാം ക്ലാസ് പരീക്ഷയും സംസ്ഥാന സർക്കാരിൻ്റെ 16ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും ഒരു സമയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ 9ാം തീയതി ജനവിധി എഴുതിയാൽ മത്സരഫലം മെയ് 4ാം തീയതി അറിയാം. കേരളത്തിലെ BJP NDA പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും 2 LPG ഗ്യാസ് സിലിണ്ടർ, എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ കാർഡ്, എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ള വിതരണം സൗജന്യം, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽപാത, കോഴിക്കോട് വരെ മെട്രോ റെയിൽ, എയിംസ് പൂർത്തീകരിക്കാൻ ശ്രമം. കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടരുന്നു. തൃശ്ശൂരിൽ ആദ്യമായി ഒരു MP കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP NDAയുടെ ഭരണത്തിൽ. ഏപ്രിൽ 4ാം തീയതി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി എത്തുന്നു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.